welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റും അതുപോലെ തന്നെ ക്യാബേജും ക്യാരറ്റും കൂടെ ചേർന്നിട്ടുള്ള നല്ലൊരു തോരനും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഉച്ചയൂണ്. ആദ്യം ഞണ്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വാടിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് സവോള ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോള നന്നായിട്ട് വാടി വരണം. സവോള പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വാടിക്കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സവോള പാകത്തിന് വാടി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്ര സാധനങ്ങൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തീ കുറച്ചിട്ട് വേണം വഴറ്റി കൊടുക്കാനായിട്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്ലീൻ ചെയ്ത് വെച്ച ഞണ്ട് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ അല്പം തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. തേങ്ങാപ്പാലെല്ലാം തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് എല്ലായിടത്തും പിടിക്കുന്നത് വരെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മൂടി വെച്ച് ഒരു 1-2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഞണ്ടിന് വളരെ വേവ് കുറവാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു 2 മിനിറ്റിനകം ഇത് നന്നായിട്ട് കുക്കായി കിട്ടും. അതുകൊണ്ട് മൂടി വെച്ച് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഞണ്ട് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് മൂടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് കുറച്ച് ഉഴുന്ന്, അതുപോലെ തന്നെ കടുക് എന്നിവ ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1-2 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് സവോള ഒന്ന് മൂത്ത് വരുന്നവരെ വഴറ്റി കൊടുക്കുക. ഇനി നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാബേജും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ ഫുഡ് പ്രോസസ്സറിലിട്ട് തീരെ പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ക്യാരറ്റും ക്യാബേജും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് 1-2 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. തീരെ ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു മിനിറ്റോളം 1-2 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങയും അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ക്യാബേജിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തുറന്നു വെച്ച് തന്നെ തീ അല്പം കൂട്ടി വെച്ചതിന് ശേഷം 2-3 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഈർപ്പം എല്ലാം പോയി നല്ല ഡ്രൈ ആയിട്ട് അതുപോലെ തന്നെ നല്ല മുരിഞ്ഞ് വരുന്ന ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള തോരനാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു മെത്തേഡിൽ. അപ്പോൾ നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഓംലെറ്റും കൂടെ ഉണ്ടാക്കാം. ഓംലെറ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മുട്ട എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരല്പം സവോള എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം പച്ചമുളക് മുറിച്ച് ചെറുതാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് അടിച്ച് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ ചൂട് ഓംലെറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം പാത്രത്തിലേക്ക് വിളമ്പാം. ചോറ് റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക്
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റും അതുപോലെ തന്നെ ഓംലെറ്റും തോരനും ഒക്കെ വെച്ച് കൊടുക്കാം. ഈ തോരൻ്റെയും അതുപോലെ തന്നെ ഞണ്ട് റോസ്റ്റിൻ്റെയും റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിൻ്റെ മെഷർമെൻറ്റും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള റെസിപ്പി ഉടനെ തന്നെ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതും ആ ലിങ്കും ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കട്ട തൈരും അതുപോലെ തന്നെ കരിനെല്ലിക്കയും കൂടെ വെച്ചിട്ടുണ്ട്. കരിനെല്ലിക്കയുടെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. നല്ല ഈസി ആയിട്ടുള്ള ഒരു ഉച്ചയൂണാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്